വെൽക്കം തൈമാനാണ്. ലിംഫാറ്റിക് സിസ്റ്റം വീഡിയോ സീരീസിലെ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ നമ്മൾ ലിംഫ് ഫോർമേഷൻ ആയിരുന്നു, രണ്ടാമത്തെ വീഡിയോ നമ്മൾ ലിംഫ് നോഡ് ആയിരുന്നു, മൂന്നാമത്തെ വീഡിയോ സ്പ്ലീനിനെ പറ്റിയാണ്. സോ സ്പ്ലീൻ അറിയപ്പെടുന്നത് ഗ്രേവ് യാർഡ് ഓഫ് RBC, ഇങ്ങനെയാണ് അനാറ്റമി ഫിസിയോളജിയിൽ സ്പ്ലീൻ അറിയപ്പെടുന്നത്. മിസ്റ്ററി ഓർഗൻ എന്നാണ് ഗാലൻ പണ്ട് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ സ്പ്ലീൻ ഒരു പ്യൂർലി ലിംഫാറ്റിക് ഓർഗൻ മാത്രമല്ല, ഇറ്റ്സ് എ ഹീമോ ലിംഫാറ്റിക് ഓർഗൻ ആണ്. organ. So something related to blood also there. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. Then സ്പ്ലീനെ നമുക്ക് റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിൽ പെടുത്താം. റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിൽ ഏറ്റവും വലിയ ഒറ്റ പ്രധാനപ്പെട്ട ഓർഗൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സ്പ്ലീൻ തന്നെയാണ്. സോ ചിലരിൽ there are some accessory spleens കൂടി ചിലപ്പോൾ കണ്ടേക്കാം. ഇനി സ്പ്ലീൻ ഒരു ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു ഓർഗനാണ്. ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്ന വേറൊരു ഓർഗൻ ഉണ്ട്, കിഡ്നി. അതേപോലെ അല്ല ഫിൽട്ടർ ചെയ്യുക, ഇതിലെ ബ്ലഡ് സെൽസിനെ ഫിൽട്ടർ ചെയ്തിട്ട് അവയുടെ കാര്യക്ഷമത പരിശോധനയൊക്കെയാണ്. കിഡ്നി പക്ഷേ ബ്ലഡ് അകത്തുള്ള സംഭവങ്ങളൊക്കെ പ്ലാസ്മയൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് അത് വേറെ സംഭവമാണ്. സോ രണ്ടും ഫിൽട്ടറേഷൻ ആണ്, പക്ഷേ രണ്ടും വ്യത്യസ്ത രീതിയിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ലിംഫ് നോഡാണ്. ലിംഫ് നോഡ് പക്ഷേ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ലിംഫ് നോഡ് ഫിൽട്ടർ ചെയ്യുന്നത് ലിംഫിനെയാണ്. സോ ലിംഫ് നോഡ് ലിംഫിനെ ഫിൽട്ടർ ചെയ്യുന്നു, സ്പ്ലീൻ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നു. ഇനി സ്പ്ലീൻ വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്, സോഫ്റ്റ് ടിഷ്യൂ ആണ്. സ്പ്ലീന്റെ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡാർക്ക് പർപ്പിൾ കളറാണ്, ഡാർക്ക് പർപ്പിൾ കളർ. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി വാസ്കുലാർ ആണ്, നന്നായിട്ട് ഭയങ്കരമായിട്ട് ബ്ലഡ് സപ്ലൈ ഉള്ള ഒരു ഏരിയ. ആൻഡ് ഇറ്റ് ഈസ് ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ വികസിക്കാൻ കഴിയും, നന്നായിട്ട് വികസിക്കാൻ കഴിയുന്ന ഒരു ടിഷ്യൂ ആണ്. സോ ഇതൊക്കെയാണ് സ്പ്ലീനിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി കൃത്യമായിട്ട് ഇത് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഇടതുവശം സ്റ്റൊമക്ക്. ഇത് സ്റ്റൊമക്കാണ് ഞാൻ വരച്ചിരിക്കുന്നത്. സ്റ്റൊമക്കിന്റെ ഫണ്ടസ് ഏരിയ ആണ് ഈ കാണുന്നത്. സ്റ്റൊമക്കിന്റെ ഇടതുവശത്ത് മുകളിലായിട്ട് ഇടതുവശത്തിട്ടാണ് സ്പ്ലീൻ ഇരിക്കുക. ആൻഡ് ആ ഭാഗത്ത് നമ്മൾ പറയാ ലെഫ്റ്റ്, ഇടതുവശമാണ് ഹൈപ്പോകോൺട്രിയം എന്നാണ് പറയാം. ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയം. ഫുള്ളായിട്ട് ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ച് എപ്പിഗാസ്ട്രിയത്തിൽ കൂടി ഉണ്ട്. രണ്ട് ഭാഗത്തിന്റെയും ഇടയിലുള്ള ഒരു ഭാഗമാണ്. ദെൻ ഇത് സ്റ്റൊമക്കിന്റെ ഫണ്ടസ് ആണെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റൊമക്കിന്റെ ഫണ്ടസിന്റെ ഭാഗത്തിനും ഇപ്പുറത്ത് മുകളിൽ ഡയഫ്രം ഉണ്ട്. ഇങ്ങനെ ഡയഫ്രം പോകുന്നുണ്ട് സ്റ്റൊമക്കിന്റെ സൈഡിൽ. സോ ഇതിന് രണ്ടിന്റെയും ഇടയിലായിട്ട് അങ്ങ് അമുങ്ങിയിരിക്കുകയാണ്. സോ അങ്ങനെ ഇരിക്കുന്നതിനെ നമ്മൾ വെഡ്ജ്ഡ് എന്നാണ് പറയാം. ഇതിന്റെ ഷേപ്പും ഏകദേശം വെഡ്ജ് ആണ്. സോ ഇംഗ്ലീഷിൽ നമ്മൾ പറയാം വെഡ്ജ്ഡ് ബിറ്റ്വീൻ സ്റ്റൊമക് ആൻഡ് ഡയഫ്രം എന്ന് പറയാം. സോ ഇതിന്റെ ഒരു ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഒരു ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്, ടെട്രാഹെഡ്രൽ ഷേപ്പ്. ഓക്കെ, ഞാൻ വേറൊരു പേരും കൂടി പറഞ്ഞു, വെഡ്ജ് ലൈക്ക് ഷേപ്പ് കൂടി എന്നും പറയാറുണ്ട്. ഇനി സ്പ്ലീന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 1 ഇഞ്ചാണ്, 1 ഇഞ്ചാണ്. ഇതിന്റെ വീതി 3 ഇഞ്ചാണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 5 ആണ് ലെങ്ത്. ആൻഡ് വെയിറ്റ് എന്ന് പറയുമ്പോൾ 7 ഔൺസ് ആണ്. എന്ന് പറയുമ്പോൾ ഏകദേശം 60 ഗ്രാമേ ഉള്ളൂ കേട്ടോ. ദെൻ ഇത് ഇരിക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ നമ്മൾ റിബ്സ് വരയ്ക്കുകയാണെങ്കിൽ 9ാമത്തെയും 11ാമത്തെയും, ഇവിടെ 11ാമത്തെ, ഇവിടെ ഈ റിബ്സിന്റെ ഇടയിലാണ്. 9ന്റെയും 11ാമത്തെയും റിബ്സിന്റെ ഇടയിലാണ്. സോ ഇത് ഓർത്തിരിക്കാൻ ഭയങ്കര സുഖമാണ്. 1 3 5 7 9 11 എന്ന് ഓർത്തിരുന്നാൽ ഇഞ്ച് ഓർക്കാം, ഇതിന്റെ ബ്രെഡ്ത്ത് ഓർക്കാം, ലെങ്ത് ഓർക്കാം, ഇതിന്റെ വെയിറ്റ് ഓർക്കാം, എവിടെയാണ് എക്സാക്ട് ഇരിക്കുന്നത് എന്ന് ഓർക്കാനായിട്ട് പറ്റും. ഇനി സ്പ്ലീന്റെ മുകൾ ഭാഗത്ത് നമുക്ക് സുപ്പീരിയർ പോൾ എന്ന് വിളിക്കാം. ഈ സുപ്പീരിയർ പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നോച്ചസ് കാണാം. ഇങ്ങനെ നോച്ചസ് ആയിട്ടാണ്. ഈ നോച്ചസ് ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സ്പ്ലീൻ ഉണ്ടാവുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ്, അത് കൂടി ചേർന്നിട്ടാണ് സ്പ്ലീൻ ആവും. ദെൻ സുപ്പീരിയർ പോൾ ഉണ്ടെങ്കിൽ ഒരു ഇൻഫീരിയർ പോളും അതിന് കാണണം. ഓക്കെ, ദെൻ ദർ ഇസ് ആൻ ഇന്റർമീഡിയറ്റ് പോൾ. സോ ഇതാണ് ഇന്റർമീഡിയറ്റ് പോൾ. ഇവിടെയാണ് ഹൈലം എന്ന് പറയുന്ന ഭാഗമുള്ളത്. ഹൈലം മിക്കവാറും നമ്മൾ പഠിക്കുന്ന ഓർഗൻസിനെല്ലാം ഹൈലം ഉണ്ട്. ഹൈലം എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലഡ് വെസൽസ് അങ്ങോട്ടേക്ക് പോകുന്നത്, തിരിച്ച് ബ്ലഡ് വെസൽസ്, ആർട്ടറി അകത്തേക്ക്, വെയിൻ പുറത്തേക്ക്, ദെൻ നെർവ്സ് അങ്ങനെയൊക്കെ അകത്തേക്ക് പോകുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ ഹൈലം എന്ന് സാധാരണ വിളിക്കുക. ഇവിടെയും അത് തന്നെയാണ് ഹൈലം. ദെൻ സ്പ്ലീനിന്റെ പുറം ഭാഗത്ത് ഇതുമായിട്ട് മുട്ടിയിരിക്കുന്ന മറ്റു ഓർഗൻസിന്റെ ചെറിയ ഇത് കാണാൻ പറ്റും. അതിന് നമ്മൾ ഇംപ്രഷൻസ് എന്നാണ് പറയുക. ഇംപ്രഷൻസ്. മുട്ടിയിരിക്കുന്ന ഓർഗൻസിന്റെ എല്ലാം ഇംപ്രഷൻസ്. അതുകൊണ്ട് ഈ സ്റ്റൊമക്കിന്റെ ഇംപ്രഷൻ കാണും. ദെൻ ഇവിടെ ഇങ്ങനെ പാങ്ക്രിയാസ് ഒന്ന് മുട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ പാങ്ക്രിയാസിന്റെ കാണും. കിഡ്നി ഇവിടെ ഉണ്ട്, കിഡ്നിയുടെ ഇംപ്രഷൻ കാണും. ദെൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ചില ഭാഗങ്ങൾ വന്ന് മുട്ടുന്നുണ്ട്. സോ അതിന്റെ എല്ലാം ഇംപ്രഷൻസ് ഈ സ്പ്ലീനിന്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി സ്പ്ലീനിലേക്ക് വരുന്ന ബ്ലഡ് സപ്ലൈയെ കുറിച്ച് നമുക്കൊന്ന് അറിയണം. ഓക്കെ, ബ്ലഡ് സപ്ലൈ ഈ വരുന്നതാണ് ബ്ലഡ് സപ്ലൈ. അതിനെ നമുക്ക് സ്പ്ലീനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം സ്പ്ലെനിക് ആർട്ടറി ആയിരിക്കും. സോ അകത്തേക്ക് പോകുന്നത് സ്പ്ലെനിക് ആർട്ടറി. അപ്പൊ തിരിച്ച് ഈ നീല കളറിൽ തിരിച്ചു വരുന്നത് എന്തായിരിക്കും?
ഏതായിരിക്കും? അത് സ്പ്ലെനിക് വെയിൻ ആയിരിക്കും. സോ സ്പ്ലെനിക് ആർട്ടറി ആയിട്ട് തീർന്നു, സ്പ്ലെനിക് വെയിൻ ആയിട്ട് പോകുന്നു. ഈ പോകുന്ന സ്പ്ലെനിക് ആർട്ടറി ഒരു ടോർട്ടോസ് ആണ്. ഇങ്ങനെ പോകുന്നത്, പിരിഞ്ഞൊക്കെ പോകുന്ന ഒരു ടോർട്ടോസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആർട്ടറി. ആദ്യം ഇത് 2, 3 ആകും, പിന്നീട് 5, 6 ആകും. ഇങ്ങനെ 2, 3, 5, 6 ആകും. എന്നിട്ടാണ് സ്പ്ലീനിന്റെ അകത്തേക്ക് കയറുക. സോ അകത്തെത്തി വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഡിവൈഡ് ചെയ്യുന്നതിന്റെ പേരുകളൊന്നും ഓർത്തിരിക്കേണ്ടെങ്കിലും രസകരമായിട്ടുള്ള ചില പേരുള്ളതുകൊണ്ട് ഞാൻ പറയാം. ഒന്നിന്റെ പേര് പെനിസില്ലായി എന്നാണ്, നമ്മൾ പെൻസിലിനൊക്കെ പഠിക്കുന്നത് പെനിസില്ലായി. ദെൻ എലിപ്സോയിഡ്സ് ഉണ്ട്. ദെൻ പിന്നെ ഒരെണ്ണത്തിന്റെ പേര് ആന്റീരിയർ കാപ്പിലറി. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ആന്റീരിയർ കാപ്പിലറി ഓർ ആന്റീരിയർ ആർട്ടറി എന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. ആന്റീരിയർ കാപ്പിലറീസ് ആയിട്ട് മാറും. സോ ഈ ബ്ലഡ് വെസൽസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇങ്ങനെ ബ്ലഡ് വെസൽസ് ഇങ്ങനെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് എൻഡ് ആർട്ടറിയാണ്. ഇവിടെ വന്ന് ഇങ്ങനെ അങ്ങോട്ട് അവസാനിക്കുക. സാധാരണ രീതിയിൽ ആർട്ടറി കഴിഞ്ഞാൽ കാപ്പിലറീസ് ആകും, കാപ്പിലറീസ് കഴിഞ്ഞ് വെന്യൂൾസ് ആകും, എന്നിട്ട് തിരിച്ചു വരികയാണ്. ഇതങ്ങനെയല്ല, ഇത് ഇവിടെ വന്ന് അവസാനിക്കുകയാണ്. സോ അത് വളരെ ശ്രദ്ധേയമായ ഒരു വ്യത്യാസമാണ്. ഇനി ഇതിന്റെ സ്ട്രക്ചർ ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലിംഫ് നോഡ് പോലെ തന്നെ തോന്നും. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സോ നമ്മൾ ലിംഫ് നോഡ് പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇതിന്റെ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറൽ പാർട്ട് ഉണ്ട്, സ്ട്രക്ചറൽ ഭാഗം, ദെൻ ഒരു ഫങ്ഷണൽ ഭാഗമുണ്ട്. സ്ട്രക്ചറൽ ഭാഗത്ത് നമ്മൾ സ്ട്രോമ എന്നാണ് വിളിക്കുക, സ്ട്രോമ പാർട്ട്. ഫങ്ഷണൽ ഭാഗത്ത് നമ്മൾ പാരൻകൈമൽ പാർട്ട് എന്ന് വിളിക്കും. ഒരു പാരൻകൈമൽ പാർട്ട് ഉണ്ട്, ഒരു സ്ട്രോമൽ പാർട്ട് ഉണ്ട്. ഈ ഫങ്ഷണൽ പാർട്ട് പാരൻകൈമൽ സെൽസിനെ നമുക്ക് മൊത്തത്തിൽ എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾക്ക് വിളിക്കാവുന്നത് പൾപ്പ് എന്ന് വിളിക്കാം. സോ ഇത് ഓർക്കുക, പൾപ്പ്. ഈ പുറംഭാഗത്ത് ലിംഫ് നോഡ്സ് പോലെ തന്നെ നമുക്ക് ഇത് കാണാം. ഇതിനെ നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് തന്നെയാണ്, അവിടെയും ക്യാപ്സ്യൂൾ എന്നാണ് വിളിച്ചത്, ഇവിടെയും ക്യാപ്സ്യൂൾ ആണ്. ലിംഫ് നോഡിലും ക്യാപ്സ്യൂൾ, ഇവിടെയും ക്യാപ്സ്യൂൾ. സോ ഇറ്റ്സ് ആൻ എൻകാപ്സുലേറ്റഡ് വൺ. കുറച്ചും കൂടി ടഫ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഈ ക്യാപ്സ്യൂൾ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അതിനവിടെ നമ്മൾ വിളിച്ചത് ട്രബിക്കുല എന്നാണ്. ഇവിടെയും ട്രബിക്കുല തന്നെ. ഈ ട്രബിക്കുല ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇത് പല സെഗ്മെന്റ് ആക്കി മാറ്റുന്നുണ്ട്. ഇവിടെയും സെഗ്മെന്റ് ആക്കുന്നുണ്ട്, അവിടെയും സെഗ്മെന്റ് ഓർ പാർട്ടീഷൻസ് ആക്കി മാറ്റുന്നുണ്ട്. സോ അതെല്ലാം സെയിം ആണ്. പക്ഷെ എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം നോക്കുക? ലിംഫ് നോഡുമായിട്ടുള്ള വ്യത്യാസം, ലിംഫ് നോഡ്സിൽ ഇവിടെ ഇങ്ങനെ ലിംഫാറ്റിക് വെസൽസ് വന്ന് ചേരുന്നുണ്ടായിരുന്നു. ഒരു 5 എണ്ണമൊക്കെയാണ് ഞാൻ വരച്ചത് അല്ല. ഇവിടെ വന്ന് ചേരുന്നു, ഇവിടെ വന്ന് ചേരുന്നു. ഇവിടെ അതില്ല, അങ്ങനെ വന്ന് ചേരുന്നില്ല. കാരണം അവിടെ ലിംഫ് ഇങ്ങനെ വന്നിട്ട് ലിംഫായിട്ട് തിരിച്ചു പോവുകയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ബ്ലഡ് ആണ് വരുന്നത്, എന്നിട്ട് വെയിൻ, ആർട്ടറിയിലൂടെ ബ്ലഡ് വരുന്നു, വെയിൻ ആയിട്ട് തിരിച്ചു. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻഡ് ആർട്ടറീസ്. ആർട്ടറീസ് ഇവിടെ ഒന്ന് അവസാനിക്കുക, പിന്നെ വെയിൻ വേറെ രീതിയിലാണ് തുടങ്ങുന്നത്. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി അകത്തെ മൊത്ത ഭാഗം നമുക്ക് പൾപ്പ് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ഈ പൾപ്പ് തന്നെ നമുക്ക് 2 ആക്കി തിരിക്കാം. ഒന്ന് റെഡ് പൾപ്പ് ഉണ്ട്, ഒന്ന് വൈറ്റ് പൾപ്പ്. സോ റെഡ് പൾപ്പ് ഭാഗമുണ്ട്, വൈറ്റ് പൾപ്പ് ഭാഗം. ഞാൻ പറയാം. അപ്പൊ നമുക്ക് ആദ്യം ആർട്ടറി, ഇതാണ് ആർട്ടറി അകത്തേക്ക് വരുന്നു, അത് ബ്രാഞ്ച് ആവുന്നു പറഞ്ഞു. സോ ഒരു സെൻട്രൽ ആർട്ടറി ആയിട്ട് മാറും. സോ സെൻട്രൽ കാപ്പിലറി എന്നോ സെൻട്രൽ ആർട്ടറി എന്ന് വേണമെങ്കിൽ വിളിക്കാം, രണ്ടായാലും കുഴപ്പമില്ല. ഈ സെൻട്രൽ ആർട്ടറിയുടെ ചുറ്റും നീല കളറിൽ ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതിന്റെ ചുറ്റും ഈ നീല ഭാഗം, ഇവിടെ എല്ലാം ടി ലിംഫോസൈറ്റ്സ് ആണ്. ടി ലിംഫോസൈറ്റ്സിന്റെ കവറിംഗ് ഉണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുക ആർട്ടറിയുടെ ചുറ്റുമാണ്. ചുറ്റുമാകുമ്പോൾ നമുക്ക് പെരി, ആരുടെ ചുറ്റുമാണ്? ആർട്ടറി. സോ പെരി ആർട്ടീരിയൽ എന്താണുള്ളത്? ലിംഫോസൈറ്റ് ആണ്. ലിംഫോസൈറ്റിക് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഷീറ്റ് ആയിട്ടാണ് ഇരിക്കുക, ഷീറ്റ്. സോ പെരി ആർട്ടീരിയൽ ലിംഫോസൈറ്റിക് ഷീറ്റ്, PALS എന്ന് നമുക്ക് വിളിക്കാം. സോ ഇങ്ങനെ ഇരിക്കുന്നു ഈ ആർട്ടറിയുടെ ചുറ്റുമുള്ള ഷീറ്റ്. സോ ഇതിനെ ചിലർ മാൽഫീജിയൻ കോർപ്പസിൽസ് എന്നും വിളിക്കാറുണ്ട്. ദെൻ കുറച്ച് മാക്രോഫേജസും കൂടിയുണ്ട് കേട്ടോ ഇവിടെ. മാക്രോഫേജസ് രണ്ടും WBC സെൽസുകളാണ്. ബ്ലഡ് ഇങ്ങ് വരുന്നു, അതിന് ചുറ്റും ഇങ്ങനെ സംഭവങ്ങളായിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ വരുന്ന ആർട്ടറി എൻഡ് ആർട്ടറി ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഒരു ആർട്ടറി ഒന്ന് അവസാനിക്കുകയാണ്, എൻഡ് ആർട്ടറി ആണ്. സോ സ്പ്ലീനിലെ ഈ പൾപ്പിലേക്കാണ് ഇത് ഒഴുകി വന്നെത്തുക. ഇവിടെ വരുന്ന ബ്ലഡ് ഇങ്ങൊന്ന് ഇവിടെ ഒന്ന് ഒഴുകി അവിടെ. സോ ഇവിടെ വരുന്ന ബ്ലഡിനകത്തുള്ള ബ്ലഡ് സെൽസ് എല്ലാം ഇവിടെ വന്ന് അങ്ങ് വീഴുകയാണ്. ബ്ലഡ് വെസൽസിൽ നിന്ന് പുറത്തെത്തി. ഓക്കെ, പുറത്ത് എവിടെ എത്തി? പൾപ്പിലെത്തി. ഇനി പെരി ആർട്ടീരിയൽ ലിംഫോസൈറ്റ്സ്, ഈ ടി ലിംഫോസൈറ്റ്സിന് ചുറ്റും മറ്റു തരം ലിംഫോസൈറ്റിക് സെൽ കൂടി ഉണ്ട്. ഈ മഞ്ഞ കളറിൽ ഞാൻ വരച്ചിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് മാക്രോഫേജസ് ആണ്. മാക്രോഫേജസ് അതിന്റെ ഇടയിൽ ചില ഭാഗങ്ങളിലായിട്ട് ഈ ഭാഗങ്ങളിലായിട്ട് നമുക്ക് ചില ഫോളിക്കിൾസ് ആയിട്ട് കുറച്ച് സെല്ലുകൾ കൂടി കാണാം. ഈ പിങ്ക് കളറിൽ വരച്ചിരിക്കുന്നതാണ് ഞാൻ ഫോളിക്കിൾസ് ആയിട്ട് വരച്ചു. സോ ദീസ് ഫോളിക്കിൾസ് കണ്ടെയ്ൻ ബി ലിംഫോസൈറ്റ്. സോ ഇത് ബി ലിംഫോസൈറ്റ് ആണ്. സോ ഈ നീല കളറിൽ വരച്ചത് ടി ലിംഫോസൈറ്റ് ആണ്. ബ്ലഡ് വെസൽസിന് ചുറ്റും ടി ലിംഫോസൈറ്റ്, ദെൻ കുറച്ചപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഫോളിക്കിൾസ് ആയിട്ട് ബി ലിംഫോസൈറ്റ്സ് കൂടി നമുക്ക് കാണാൻ പറ്റും. അവിടെയും കുറച്ച് മാർജിനൽ ആയിട്ട് നമുക്ക് മാക്രോഫേജസ് വീണ്ടും അതിന് ചുറ്റും കാണാം.
മാക്രോഫേജസ്. സോ ഈ മൂന്ന് ഏരിയ ഏതൊക്കെയായിരുന്നു? പെരി ആർട്ടീരിയൽ ലിംഫോസൈറ്റിക് ഷീറ്റ്, ദെൻ മാർജിനൽ സോൺ, ഈ മാർജിനൽ സോൺ ഇതാണ് മാർജിനൽ സോൺ, ദെൻ ദിസ് ഫോളിക്കിൾസ്, ഈ ഫോളിക്കിൾസ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഫോളിക്കിൾസ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് വൈറ്റ് പൾപ്പ് എന്ന് പറയും. സോ ദിസ് ഈസ് ദ വൈറ്റ് പൾപ്പ് ഓഫ് ദ സ്പ്ലീൻ. ഓക്കെ, ഇത് ഏകദേശം 25% വരും. 1/4 ഓഫ് ദ സ്പ്ലീൻ ഈസ് വൈറ്റ് പൾപ്പ്. സോ ഈ ഭാഗം ടി ലിംഫോസൈറ്റ്സും ബി ലിംഫോസൈറ്റ്സ് ഒക്കെ ഉള്ള ഭാഗം അപ്പൊ എന്തായിരിക്കും ഫംഗ്ഷനിങ്? സോ ദിസ് ഈസ് ദ ഇമ്മ്യൂൺ ഏരിയ, ഇമ്മ്യൂൺ റീജിയൻ ഓഫ് ദ സ്പ്ലീൻ. സ്പ്ലീനിന്റെ ഇമ്മ്യൂൺ റീജിയൻ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു സ്പ്ലീൻ ലിംഫോസൈറ്റിക് ടിഷ്യൂ വരുന്നതാണ്. സോ ഇമ്മ്യൂൺ ഫംഗ്ഷനും കൂടി കാണും. ഇത് ഓൾമോസ്റ്റ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിംഫ് നോഡ്സിന്റെ അതേ രീതി തന്നെയാണ്. ലിംഫ് നോഡ്സിൽ പക്ഷെ ലിംഫാണ് ഒഴുകി വരുന്നതെന്ന് മാത്രം. ഇവിടെ പക്ഷെ ലിംഫ് അല്ല, ബ്ലഡ് ആണ് ഇവിടെ ഒഴുകി വരുന്നത്. ഇനി റെഡ് പൾപ്പ് അല്ലാത്ത ബാക്കി എല്ലാ ഭാഗങ്ങളും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ വൈറ്റ് പൾപ്പ് എന്ന് പറയാം. വൈറ്റ് പൾപ്പ്. സോ 75% വൈറ്റ് പൾപ്പാണ്. ഞാനിവിടെ റെഡ് പൾപ്പ് ഇവിടെ കൂടുതലായിട്ട് വരച്ചു കാണാനായിട്ട് എന്ന് മാത്രമേ. സോ ഈ ആർട്ടറീസ് കഴിഞ്ഞാൽ എൻഡ് ആർട്ടറീസ്, ഇതിലൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇവിടെ എൻഡ് ആർട്ടറീസ് ആണ്. എൻഡ് ആർട്ടറീസ് കഴിഞ്ഞാൽ വീനസ് സൈനസസ് ആണ്. വീനസ് സൈനസ് എന്ന് വെച്ചാൽ ഒരു എന്താ നമുക്കറിയാം, സൈനസ് ഒരു ക്യാവിറ്റിയാണ്. സോ വീനസ് സൈനസ് ആണ്. സോ അത് കഴിഞ്ഞിട്ടാണ് സ്പ്ലെനിക് വെയിൻ. ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്, ഇത് വീനസ് സൈനസ് ആണ്. ഇവിടെ ഇങ്ങനെ എൻഡ് ആർട്ടറി ഇങ്ങനെ വരിക എന്നായിരിക്കാം. ഇത് കഴിഞ്ഞ വീനസ് സൈനസ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് തുടങ്ങുന്നത്? വെയിൻ, സ്പ്ലെനിക് വെയിന്റെ വെന്യൂൾസ് തുടങ്ങും. സോ എൻഡ് ആർട്ടറി തുടങ്ങി ഈ സ്പ്ലെനിക് വെയിൻ വരെയുള്ള ഭാഗം തുറന്നു കിടക്കുകയാണ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുമായിട്ട് ചേർന്ന് കിടക്കുകയാണ് എന്നും പറയുന്നുണ്ട്. സോ ഓപ്പൺ സർക്കുലേഷൻ ഓർ ക്ലോസ് സർക്കുലേഷൻ രണ്ട് രീതിയിലും പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ബ്ലഡ് ഇങ്ങോട്ടേക്ക് വരികയാണ്, RBC ആവട്ടെ, അത് ഇവിടെ വരുന്നു. ദെൻ ഈ RBC പുറത്തേക്ക് വന്നിട്ട് അതിനെ ഈ വീനസ് സൈനസിലേക്ക് കടക്കണം. വീനസ് സൈനസിലേക്ക് കടക്കണമെങ്കിൽ വീനസ് സൈനസിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയാൽ മാത്രമേ അവയ്ക്ക് തിരിച്ച് വെയിനിലേക്ക് കയറി പറ്റാൻ പറ്റുള്ളൂ. സോ സാധാരണ രീതിയിൽ ബ്ലഡ് സപ്ലൈ ഇങ്ങനെ അങ്ങ് പോയി തിരിച്ചിങ്ങനെ വരണം. പക്ഷെ ഇത് ഇടയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇതിലൂടെ കയറി വേണം വരാനായിട്ട്. സോ സർക്കുലേഷനിലേക്ക് തിരിച്ചു വരണം. സോ തിരിച്ചു വരാനായിട്ട് ഈ എൻഡോത്തീലിയൽ സെൽസ്, സോ ഇവിടെയുള്ള വീനസ് സൈനസിന്റെ എൻഡോത്തീലിയൽ സെൽസിന് ഇടയിലുള്ള സ്പോഴ്സ് അല്ലെങ്കിൽ സ്ലിറ്റ്സിലൂടെ കടന്നു വരണം. സോ എൻഡോത്തീലിയൽ സ്ലിറ്റ്സ് എന്നാണ് അതിന് പറയാ. സോ RBCക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ WBCക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ബ്ലഡ് സെൽസിന് സ്ലിറ്റിലൂടെ ഇങ്ങനെ കയറി വന്നിട്ട് വേണം ഇതിനകത്തേക്ക് കയറി പോകാം. സോ ഇങ്ങനെ കയറി വരാനായിട്ട് എല്ലാ RBCക്കും എല്ലാ പ്ലേറ്റ്ലെറ്റ്സിനും ഒന്നും പറ്റില്ല. ഓൺലി ചെറുപ്പക്കാരായിട്ടുള്ള ആരോഗ്യവാന്മാരായിട്ടുള്ള RBCകൾക്ക് മാത്രമേ പറ്റൂ. അപ്പൊ എന്താ അവിടെ സംഭവിക്കുക? അപ്പോൾ വയസ്സായിട്ടുള്ള, സെനൈലായിട്ടുള്ള, അല്ലെങ്കിൽ പരിക്കുകൾ പറ്റിയ, ഡാമേജ്ഡ് ആയിട്ടുള്ള, ഫങ്ഷണൽ അല്ലാത്ത RBCക്ക് ഒന്നും, പ്രധാനമായിട്ട് RBC ആണല്ലോ ഏറ്റവും കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ RBC പറയാം. പ്രധാനമായിട്ട് RBC തന്നെയാണ്. എല്ലാ RBCയും. സോ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന എല്ലാ RBCക്കും അകത്തേക്ക് കയറാൻ പറ്റില്ല. ഓൺലി ആരോഗ്യമുള്ള നല്ല ഫങ്ഷനിങ് ആയിട്ടുള്ള RBCക്ക് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുക റെഡ് പൾപ്പ് കോഡ്സ് എന്നാണ്. കോഡ്സ്, അല്ലെങ്കിൽ വേറൊരു പേര് കൂടിയുണ്ട്, ബിൽറോത്ത് കോഡ് എന്നും വിളിക്കും. സോ ഈ കോഡിലൂടെ ഇങ്ങനെ കടന്ന് വേണം ഇവിടെ എത്താൻ. ആൻഡ് ഇവിടെ വേറെ എന്തൊക്കെ കാണാമെന്ന് വെച്ചാൽ ഇവിടെ ധാരാളം മാക്രോഫേജസ് ഉണ്ട്. ഈ മാക്രോഫേജസ് ഒരു പ്രത്യേക ടൈപ്പ് മാക്രോഫേജസ് ആണ്. അവയെ നമുക്ക് മെറ്റാലോഫിലിക് മാക്രോഫേജസ് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ മെറ്റൽ കൂടുതൽ ഇഷ്ടമാണ്. എവിടെയാണ് മെറ്റൽ ഉള്ളത്? RBCയിലാണ് മെറ്റൽ ഉള്ളത്. എന്ത് മെറ്റലാണുള്ളത്? അയേൺ ഓർ ഹീം എന്ന് പറയുന്ന സാധനമുണ്ട്. സോ ഹീമിനോട് താല്പര്യമുള്ള മാക്രോഫേജസ് ഇവിടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുറത്തിറങ്ങിയ RBC വയസ്സായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ഈ മാക്രോഫേജസ് പിടിച്ച് വീഴുന്നു, തിന്നും. ഇപ്പൊ ഇവിടെ തളർന്നു വീഴുന്ന RBCകളെല്ലാം മാക്രോഫേജസിന് ഇരയാകും. പഴയ WBC ആയാലും പ്ലേറ്റ്ലെറ്റ്സ് ആയാലും എല്ലാം ഡാമേജ് ആണോ ഇവർ വീഴും. സോ ഈ ഭാഗം ഓഫ് ലിംഫ് RBCയുടെ കായികക്ഷമതാ പരിശോധനാ ഭാഗമാണ്. കഴിവുണ്ടോ ഇല്ലയോ? കഴിവുള്ളവർക്ക് വീണ്ടും സർക്കുലേഷനിലേക്ക് പോകാം, കഴിവില്ലാത്തവർ മരിക്കുക. സോ നശിച്ചു തുടങ്ങിയ പ്രായമെത്തിയ RBC എല്ലാം ഇവിടെ പരാജയപ്പെടും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഗ്രേവ് യാർഡ് ഓഫ് RBCയുടെ ഗ്രേവ് യാർഡ് എന്ന് പറയാൻ കാരണം ഇതാണ്. RBC കഴിവില്ലെങ്കിൽ RBC മരിക്കും. സോ ഹീമും ഈ ഹീമോഗ്ലോബിനും ഒക്കെ എടുത്ത് റീസൈക്കിൾ ചെയ്യും. RBCയുടെ ആ സെല്ല് മാത്രമായിരിക്കും നശിക്കുക. സോ ഇതുകൊണ്ട് ഗ്രേവ് യാർഡ് എന്ന് വിളിക്കും. സോ 75% സ്പ്ലീനും ഞാൻ പറഞ്ഞു വൈറ്റ് പൾപ്പ് റീജിയൻ ആണ്. സോ വൈറ്റ് പൾപ്പിലാണ് ഇത് നടക്കുക. വൈറ്റ് പൾപ്പിൽ RBCയുടെ ഗ്രേവ് യാർഡ് ഒക്കെയാണ്. പക്ഷെ റെഡ് പൾപ്പിൽ അവിടെ ഫോക്കസ് ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റിയാണ്. അപ്പൊ നമുക്ക് ഫങ്ഷൻസ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാം. ഫങ്ഷൻസ്
പ്രധാനപ്പെട്ട ഒന്ന് ഫോർമേഷൻ ഓഫ് RBC. ഫോർമേഷൻ ഓഫ് RBC നടക്കുന്നുണ്ട് ഇവിടെ, പ്രത്യേകിച്ച് എംബ്രിയോണിക് സ്റ്റേജിൽ ലിവറിലും ബോൺ മാരോയിലും ഒക്കെ നടക്കുന്നത് പോലെ ഇവിടെയും ഫോർമേഷൻ ഓഫ് RBC പിന്നീട് നടക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തേതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡിസ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് സെൽ. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഡിസ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് സെൽസും ഇവിടെ തന്നെയാണ്. RBC എവിടെയാണ് ഉണ്ടാകുക, അവിടെ വെച്ചിട്ട് തന്നെ കൊല്ലുകയും കൂടി ചെയ്യുന്നത്. സോ RBCയുടെ കൊലക്കളമാണ് ഇത്. RBC മാത്രമല്ല, ലിംഫോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സ് എല്ലാത്തിനെയും നശിപ്പിക്കും. സോ ഇവിടെ നിന്ന് RBCയിൽ നിന്ന് ഒരുപാട് അയേൺ പുറത്തു വരുന്ന സ്ഥലവും കൂടിയാണ്. ദെൻ ചില മൃഗങ്ങളിൽ, മാമൽസിലെ ഇപ്പൊ പൂച്ച അല്ലെങ്കിൽ പട്ടി, ഇവയിലൊക്കെ ഇത് ആക്ട് ആസ് എ ബ്ലഡ് റിസർവോയർ കൂടി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബ്ലഡ് റിസർവോയർ. സോ ധാരാളം ബ്ലഡ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. അവയ്ക്ക് ഇവിടെ മസിൽസ് കൂടിയുണ്ട്, സ്മൂത്ത് മസിൽസോ കൺട്രാക്ഷൻ ഒക്കെ പറ്റും. ദെൻ നാലാമത്തെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, ഡിഫെൻസ്, റോൾ ഇൻ ഡിഫെൻസ്. സോ നമ്മൾ ലിംഫിനെ നമ്മൾ അരിച്ചിറക്കിയിട്ട് അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസ് ആന്റിബോഡിയൊക്കെ കണ്ടെത്തുന്നത് ലിംഫ് നോഡിലാണെങ്കിൽ, ബ്ലഡിലുള്ള ആന്റിജൻ, ആന്റിബോഡി, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം കണ്ടെത്തുക. ആന്റിജൻസ് ആണ്, ആന്റിബോഡി അല്ല. അതിനെ കണ്ടെത്തുക സ്പ്ലീനിൽ വെച്ചിട്ടാണ്. സോ ഇറ്റ് ഹാസ് എ ബിഗർ റോൾ ഇൻ ഇമ്മ്യൂണിറ്റി. ആൻഡ് ഇവിടെ ഒരുപാട് മാക്രോഫേജസ് ഉണ്ട്. സോ ദിസ് വിൽ ഫാഗോസൈറ്റ്. മൈക്രോ ഓർഗാനിസംസ് അങ്ങനെയൊക്കെയുള്ള ഫോറിൻ സബ്സ്റ്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യും, ഫാഗോസൈറ്റ്. അതുകൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ ലിംഫ് നോഡുകൾ എന്തുകൊണ്ട് വീർക്കുന്നു എന്ന് ഞാൻ അവിടെ പറഞ്ഞു. സോ അതുപോലെ തന്നെ സ്പ്ലീനോമെഗാലി, സ്പ്ലീനും വലുതാവുന്നുണ്ട്. സ്പ്ലീനോമെഗാലി, ചില ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും സ്പ്ലീൻ വലുതാവാൻ കാരണം ബ്ലഡിലൂടെ വരുന്ന ഇൻഫെക്ഷൻ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരുപാട് ബി സെൽസും ഒരുപാട് ടി ലിംഫോസൈറ്റ്സ് ഒക്കെ വർദ്ധിക്കും, കാരണം അതുമായിട്ട് യുദ്ധം ചെയ്യണം. ഓക്കെ, സോ സ്പ്ലീനോമെഗാലി ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്പ്ലീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് വെരി സിമിലർ ടു ലിംഫ് നോഡ്. സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലിംഫ് നോഡിൽ ലിംഫാണ് പ്യൂരിഫൈ ചെയ്യുന്നത്, ഇവിടെ ബ്ലഡ് ആണ് പ്യൂരിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.